ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. ചേട്ടൻ സിറ്റിക്ക് പോയിട്ട് വരുന്നതാണ്. സാധനമൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാവരും അതിൻ്റെ കൂടുതൽ പലകാരം ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് പുറകെ പോകുന്നുണ്ട് കേട്ടോ. ശരിയാണ്, സിറ്റിക്ക് പോയിട്ട് വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കാണും. അത് കഴിക്കാനായിട്ട് എല്ലാവരും പുറകെ പോകുന്നുണ്ട് കേട്ടോ. എന്നാന്നൊക്കെ സെർച്ചിങ് നടത്തണമല്ലോ, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന്, പൊതിക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയണം. അത് ഞാനും ഉണ്ട്, ഞാനും ക്യാമറ പിടിച്ചതിൻ്റെ പുറകെ ഉണ്ട് കേട്ടോ. അതൊരു പ്രത്യേക ഇതാണ്. അവിടെ കൊണ്ടുവന്ന് കുറേ ബിസ്ക്കറ്റ് കവറൊക്കെ എടുത്തു. ഓരോ ബിസ്ക്കറ്റ് കവർ കൊണ്ട് സ്ഥലം വിട്ടു. എനിക്കൊരു മുട്ടായിപ്പൊതി കിട്ടി. അതവരെ കാണിച്ചിട്ട് അവർക്ക് കൊടുത്തിട്ട് അവർക്ക് ആർക്കും വേണ്ട, അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് കടിച്ച് പറിച്ച് തിന്നുകൊണ്ടാണ് ഇതെല്ലാം നോക്കുന്നത്. പറഞ്ഞു വിട്ട സാധനം എല്ലാം ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. സാമ്പാർ കൂട്ടാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഏതായാലും സാമ്പാർ ഒരെണ്ണം വെക്കണം. അങ്ങനെ സാമ്പാർ പൊടി ഉണ്ടോയെന്ന് തപ്പുന്നതാണ് കേട്ടോ. സാമ്പാർ പൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഓയിൽ വാങ്ങിച്ചു, എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. എന്താ ഞാൻ ആ മിഠായി എടുത്ത് രണ്ടാമത്തതാണ് കടിച്ച് തിന്നുന്നത്. ഞാൻ തിന്നോണ്ടിരുന്നപ്പോൾ ഒരാൾ അവിടെ വന്ന് വരുന്നുണ്ട് കേട്ടാ. അന്നേരം വായി നിറച്ച് മുറുക്കാൻ. ഞാൻ പറഞ്ഞു മുറുക്കാൻ പോയി തുപ്പി തളഞ്ഞിട്ട് തരാം. എന്നിട്ട് പറഞ്ഞ് തീർന്ന് തിന്നാനുണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ തരാന്ന് പറഞ്ഞു. മേടിച്ചോണ്ട് വന്ന ഒരു കഷ്ടപ്പാടേ. മേടിച്ചോണ്ട് വന്ന ആൾക്ക് ഒന്നും കൊടുക്കാനില്ല പോലും. പിന്നെ സാമ്പാറെല്ലാം വെട്ടിക്കണ്ടിച്ച് കഷ്ണമാക്കി കുക്കറിനകത്തേക്ക് ഇട്ട് ഒരു വിസിലങ്ങ് അടുപ്പിച്ചു. വിസിലടുപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സാമ്പാർ പൊടി ഇട്ട് കടുക് വറുക്കാണ്. പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് സാമ്പാർ പൊടിയാക്കി ഇട്ടങ്ങ് കടുക് മൂപ്പിച്ച് വേവിച്ച് വെച്ച കഷ്ണം അതിനകത്തോട്ട് തട്ടി. നമുക്ക് പിന്നെ അളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഊഹത്തിനങ്ങ് ഇടും. പിന്നെ രണ്ടൊന്ന് മുട്ട ഇരിപ്പുണ്ടായിരുന്നു. മുട്ടയെടുത്ത് പുഴുങ്ങാനൊക്കെ വെച്ചായിരുന്നു. പിന്നെ ആ മുളപ്പൊടിയൊക്കെ അങ്ങ് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേനും സാമ്പാർ കഷ്ണങ്ങൾ അതിൻ്റെ അകത്തോട്ട് ഇട്ട് അങ്ങ് തട്ടിക്കൊടുത്തു. ഇനി അതങ്ങ് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചു. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സവോള മേടിച്ചിട്ട് വന്നിട്ട് വേണമായിരുന്നു ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സവോള കൊണ്ടുവന്നപ്പം സവോളയും കുറച്ച് അരിഞ്ഞ് വെച്ച് 2 തക്കാളിയൊക്കെ ഇട്ട് നമ്മൾ മുട്ട റോസ്റ്റ് ചെയ്തെടുത്തു. അങ്ങനെ സാമ്പാറും മുട്ട റോസ്റ്റും ഒക്കെ ആയിട്ട് ഒന്ന് അത്താഴം ഉശാലാക്കാം. അങ്ങനെ ഞാൻ മുട്ട റോസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലോട്ട് മാറ്റണം. സാമ്പാറിന് ഞാൻ മൂടി വെച്ചു. അങ്ങനെ പ്ലേറ്റിലോട്ടൊക്കെ മാറ്റി. പിന്നെ കുറച്ച് നേരം പോയിരുന്ന് മക്കളെ കൂടെ ഇരുന്നു. കുറച്ച് നേരം കുശലം പറഞ്ഞ് അവരോരോ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിന് മറുപടി ഞാൻ പറയുന്നുണ്ട്. ഏതായാലും അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഏതായാലും ആ മുട്ടായി 2 അങ്ങ് തിന്നു. ഇന്നത്തെ ഒരു വീഡിയോ കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കല്ലേ. ഓക്കെ, ബൈ, ടാറ്റാ.